അഡ്വക്കേറ്റ് നിയാസ്, ഡോക്ടർ ജയരാജ് 2 തവണ അദ്ദേഹം ആവർത്തിച്ചു, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചു എന്ന ആരോപണം. മറ്റൊരു കാര്യം കൂടി എനിക്കറിയാനുള്ളത്, അതായത് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊന്ന് ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൻ്റെ അന്വേഷണം, അത് മോഹന് അപ്പുറത്തേക്ക് പോകരുത്, പി മോഹന് അപ്പുറത്തേക്ക് പോകരുത്, അങ്ങനെ ഒരു കരാറ് കൂടി ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കി എന്ന ഒരു ആക്ഷേപവും അന്ന് ഉയർന്നിരുന്നു. ഇപ്പോഴും അത് സജീവമായി നിൽക്കുകയാണ്. ഇന്ന് ജോൺ മുണ്ടക്കയത്തോട് അത് ചോദിച്ചപ്പോൾ അല്ല, അതിൻ്റെ തെളിവൊന്നും തൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം ഈ 2 ആക്ഷേപം ഇപ്പോഴും നിൽപ്പുണ്ട്. നമുക്ക് അനിൽതമ്പിയാർ, എനിക്ക് അറിഞ്ഞുകൂടാ ജയരാജന് എന്താ പറ്റിയെന്ന്. ജയരാജന്റെ പാർട്ടിയിൽ പോലും ഒരാള് മുഖ്യമന്ത്രി ആവണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി അഖിലേന്ത്യാ പാർട്ടിയാണ്, അങ്ങേപോലെ കേരളം മാത്രമുള്ള അഖിലേന്ത്യാ പാർട്ടിയല്ല. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരാളാവണമെന്ന് ഒരാൾ യാതൊരു വിചാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു കാര്യം ജയരാജൻ എത്ര തവണ ആവർത്തിച്ചാലും ഞാനത് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതാണ്. പിന്നെ അനിൽകുമാർ വീണ്ടും പറഞ്ഞു, ഒരു മിനിറ്റ്, അങ്ങക്ക് ഞങ്ങള് മുഖ്യമന്ത്രി ഒരിക്കല് ഒരു പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. അത് മുഖ്യമന്ത്രി അല്ല, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട ജയരാജ, നിങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയും. അതുകൊണ്ടാണ് അങ്ങ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരമാണ് അഖിലേന്ത്യാ, അത് BJP-യിലും അങ്ങനെയാണ്. ഇപ്പൊ BJP-യില് യു പിയിൽ ഒരാള് വന്ന് വിചാരിച്ചാൽ യു.പിയിലെ യോഗി ആദിത്യനാഥിനെ മാറ്റാൻ പറ്റും. അത് അവർ ആ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം പ്രകാരമേ പോവുള്ളൂ. ഇവിടെ അതൊക്കെ നിങ്ങൾ കെട്ടുകറിയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി അന്ന് മാറിയാലും, അന്ന് ഇപ്പൊ അതാ മാറിയാൽ പോലും അന്ന് ഒരിക്കലും തിരുവഞ്ചൂരാവുന്ന സാഹചര്യം ഉണ്ടാവില്ല. അന്ന് അതിന്റെ സാഹചര്യം തെറ്റ് വേറെ സംവിധാനങ്ങളാണ് വരിക. പക്ഷെ അങ്ങനെ ഉമ്മൻചാണ്ടിയെ മാറ്റുന്ന തീരുമാനം ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് AICC പ്രസിഡന്റിനോട് ഞാൻ മനസ്സിലാക്കിയാണ്. മുമ്പ് 2 തവണ അവർ പറഞ്ഞു, എന്നെ ഒന്ന് മാറ്റിത്തരണം, ഞാനിത് മാറാം എന്ന് പറഞ്ഞപ്പോ അന്നത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ, ഞങ്ങൾക്കറിയാം ഇതൊരു സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല, അതുകൊണ്ട് അങ്ങ് തുടരണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ തന്നെ രീതിയിൽ പല രീതിയിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞ ജലജ, ഞാനത് അത്ര കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനൊരു മാന്യത നിങ്ങൾ ചോദിച്ചത്. അദ്ദേഹം നിങ്ങളുടെ മുന്നണിയിൽ ഉള്ള ഒരു മന്ത്രിയെ കുറിച്ചും മന്ത്രിയുടെ പിതാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പോലും മരിക്കുന്ന ആ സമയത്ത് പോലും അദ്ദേഹം അത് പുറത്ത് പറഞ്ഞില്ലല്ലോ. മരിക്കുന്ന തൊട്ട് മുമ്പ് പോലും അതൊരു അവസരം ഉണ്ടായിരുന്നല്ലോ. ആ മാന്യത അങ്ങ് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി PR വർക്ക് നടത്തിയിട്ടല്ല അയാൾ മുഖ്യമന്ത്രി ആയത്. അദ്ദേഹത്തിന്റെ മകൻ MLA ആയതും രാഷ്ട്രീയത്തിലേക്ക് വന്നതും PR വർക്ക് നടത്തിയിട്ടില്ല. നിങ്ങളെ മരുമക്കനും നിങ്ങളെ മകളും മാസപ്പടി വാങ്ങും പോലെ അവരാരും മാസപ്പടി വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു മാന്യത നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാലെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കും. രണ്ടാമത് പറഞ്ഞത് ഒത്തുതീർപ്പ് വ്യവസ്ഥ. ഇത് നമ്മുടെ അനിൽ നമ്പ്യാരെ എന്തായിരുന്നറിയോ, എങ്ങനെയും ഒന്ന് ഞങ്ങൾ രക്ഷിക്കണം. അങ്ങ് നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം അതൊന്ന് ഞങ്ങൾക്ക് എഴുതി തരണം, ഞങ്ങൾ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയായിരുന്നു. അല്ലാതെ ഇതൊരു കൊടുക്കൽ വാങ്ങലല്ല. ഇതെങ്ങനെയെങ്കിലും അങ്ങ് നേരത്തെ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരസ്കരിച്ചതാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം. അതുകൊണ്ട് അതൊന്ന് പ്രഖ്യാപിച്ചു തരണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ അത് ആവർത്തിച്ച് തിരഞ്ഞെടുപ്പ് പറഞ്ഞു, അത് ആവർത്തിച്ച് മറ്റു പല നേതാക്കന്മാരും പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അത് ഞങ്ങളൊരു കേന്ദ്രത്തിനെതിരെ ഇതുപോലെ ഒരു സമരം വരുന്നു വിചാരിക്കുക. ആ സമരം ഒത്തുതീർക്കാൻ വേണ്ടി ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഏത് ഗവൺമെന്റും തയ്യാറാവില്ലേ? ആ നിലയ്ക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ കാലിൽ തൊട്ട് സാഷ്ടാംഗം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ തടി വീണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മോഹനമാഷ കേസ്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഞങ്ങൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾ അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങേക്ക് അറിയാമായിരിക്കും. ഈ മോഹനൻ മാഷെ അറസ്റ്റ് ചെയ്തു. മോഹനൻ മാഷെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
എളമര കരീം ഉൾപ്പെടെയുള്ള LDF-ന്റെ നേതാക്കന്മാർ ആ അന്വേഷണത്തിൽ ഇടപെടുകയും അവരെ കാണണമെന്ന് നിർബന്ധം പറയുകയും അവരെ കണ്ട് കണ്ട് അവരെ കൊണ്ട് അല്ലെങ്കിൽ മോഹനമാഷിക്ക് ധൈര്യം കൊടുത്ത് പറയരുത് എന്ന് പറഞ്ഞ് അങ്ങ് ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മോഹനമാഷിക്ക് പിറകിലുള്ള അത് പിണറായി വിജയനാണെങ്കിലും അതിലപ്പുറത്തുള്ളവരാണെങ്കിലും അവരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ജനാധിപത്യ മര്യാദയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇവരെ കാണാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറി കാണാൻ വേണ്ടി കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുൻ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള MLA വരുമ്പോ ഞങ്ങൾ കാണണ്ടായി ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾക്കിതിൽ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ കെട്ടിച്ചമക്കാനോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ മോഹനമാഷിന്റെ നാവിൽ നിന്ന് തന്നെ ഇതെല്ലാം തെളിവുകൾ സഹിതം വരുമായിരുന്നു, അറസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച ജനാധിപത്യത്തിന്റെ പേരിൽ പ്രതിപക്ഷ ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കേരളത്തിലെ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോഴും ആ ഗൂഢാലോചന ഭാഗം അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട രമയുടെ അപേക്ഷയിൽ ഞങ്ങളും പിന്തുണ നൽകിയിട്ടുണ്ട്. ഞാൻ ഇക്കാര്യം നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് ജയരാജനോട് പറയാനുള്ളത്. ജയരാജൻ ഞാൻ നേരത്തെ മറുപടി പറയാം. ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ കള്ളത്തരവും കൊള്ളത്തരവും ഒക്കെ കാണിച്ചു മുന്നോട്ട് പോവാം. അത് നിങ്ങളുടെ പോലെ ആയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിയുടെ ജീവിതം അങ്ങനെയാണ് ഡോക്ടർ ജയരാജ് ആ ഡെഫിനിഷൻ ഏത് ബുക്കിലാണ് ഉള്ളത്? നേതൃത്വത്തെ കുറിച്ചുള്ള ആ ഡെഫിനിഷൻ ഏത് ബുക്കിലാണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഉപകാരം. ഞാനത് പരിശോധിക്കാം. പറയട്ടെ ഡോക്ടർ ജയരാജ്. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഗാന്ധിജിയുടെ പാർട്ടി എന്ന് അറിയപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഒരു ഇസത്തിലും ഞങ്ങളുടെ രാഷ്ട്രീയ പാടവത്തിലും ഞങ്ങളെ അനുവർത്തിക്കുന്ന രീതിയിലൊന്നും ഇപ്പോ ജയരാജ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഒരു പക്ഷേ അങ്ങയുടെ പാർട്ടി, അതായത് CPM പാർട്ടി അങ്ങനെ ആയിരിക്കും. ഹരിദാസ് പറഞ്ഞിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നില്ല എന്ന് ഹരിദാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് നേരും നെറിയുമാണ്. കെ കരുണാകരനെ ഒരുപാട് കെ കരുണാകരനെതിരെ പറഞ്ഞു. അതും തെളിവില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. ചാരക്കേസ് വന്നു, പാമോയിൽ കേസ് വന്നു. അങ്ങനെ അതൊക്കെ വന്നിട്ടും അതെല്ലാം കുറ്റം ഇല്ലാത്ത ഒരു നല്ല വ്യക്തിയായാണ് കെ കരുണാകരൻ ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയും അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോ നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും കേരളത്തിലെ മറ്റു നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ഇതുപോലെ വിജിലൻസ് കേസും CBI കേസും ഒക്കെ ഉരുക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങള് മുഖ്യമന്ത്രി പറയുന്ന ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. മടിശീലയിൽ കനമില്ലാത്തവന് പേടിക്കാനില്ല എന്ന് മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളുടെ മടിശീലയിൽ അങ്ങ് ഒരുപാട് മാസപ്പടിയും ഡോളർ കടത്തും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. അന്വേഷണം നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അന്വേഷണം നടത്തി ഞങ്ങൾ കുറ്റവാളിയല്ലെന്ന് പോലും. അതേപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ജയരാജ, നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങളും ഞങ്ങളുടെ മകളും മരുമകനും മകന്റെ അമ്മായിയപ്പനും ഉൾപ്പെട്ട എല്ലാ കാര്യത്തിലും ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാം, CBI അന്വേഷണം പ്രഖ്യാപിക്കാം, കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാകണം.